അതായത് ഒന്നിലധികം ഷിഫ്റ്റിൽ എക്സാം നടക്കുന്ന ഏതൊക്കെ എക്സാംസുകൾ നടത്താറുണ്ടോ അവിടെയെല്ലാം ഈ പ്രശ്നങ്ങൾ വരാറുണ്ട്. അതായത് അവിടെ ഒരു ഇംബാലൻസ് വരാറുണ്ട്. നമ്മൾ കട്ട് ഓഫ് എന്ന് പറയുന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് ആയിരിക്കരുത് നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിലൊരു പ്രധാന കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഹയസ്റ്റ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അതായത് 52 മാർക്കുള്ള ആളും എന്ത് ചെയ്യുന്നുണ്ടാവും, സെക്കൻഡ് റൗണ്ടിലേക്ക് എത്തുന്നുണ്ടാവും. അതേപോലെ തന്നെ 78 മാർക്ക് കിട്ടിയ ആളും എന്ത് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് റൗണ്ടിലേക്ക് വരുന്നുണ്ട്. അതായത് ലീസ്റ്റ് കട്ട് ഓഫ് എല്ലാ പോസ്റ്റിലേക്കും ആയിരിക്കില്ല, ചിലപ്പോൾ ആളുകൾ അപ്ലൈ ചെയ്ത് കുറവുള്ള പോസ്റ്റുകളിലൊക്കെ ആയിരിക്കും ലീസ്റ്റ് കട്ട് ഓഫ് വന്നിട്ടുണ്ടാവുക. സോ നിങ്ങൾ ഒരു സേഫ് സ്കോർ ആയിട്ട് വേണമെങ്കിൽ എബോവ് 70 അല്ലെങ്കിൽ ഒരു എബോവ് 70 എന്തായാലും ഒരു ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ RRBയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ വീഡിയോസുകൾ ചെയ്യുമ്പോഴും അതേപോലെ ഏതൊക്കെ വെബിനാറുകൾ ചെയ്യുമ്പോഴൊക്കെ വരുന്നൊരു കമൻറ്റാണ് RRB JEയുടെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കട്ട് ഓഫ് എത്രത്തോളമാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ നടന്ന എക്സാമിൻ്റെ കട്ട് ഓഫ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ കട്ട് ഓഫിനെ കുറിച്ച് കൂടുതൽ ബോധർ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ പ്രിപ്പറേഷന് അത് തെറ്റായ രീതിയിലാണ് ബാധിക്കുക. കാര്യം നമ്മൾ കട്ട് ഓഫ് എന്ന് പറയുന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് ആയിരിക്കരുത് നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിലൊരു പ്രധാന കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓരോ കട്ട് ഓഫും വരുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കട്ട് ഓഫ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ വേക്കൻസി, അതായത് എത്രയാണോ വേക്കൻസി വരുന്നത് ഇൻറ്റു 15 ടൈംസ് ആളുകളെ സെലക്ട് ചെയ്യാൻ എത്രയാണോ കട്ട് ഓഫ് വേണ്ടത് അതാണ് അവർ ചൂസ് ചെയ്യുന്നുണ്ടാവുക. ഉദാഹരണത്തിന് 100 പോസ്റ്റുകളുള്ള വേക്കൻസി ഉള്ള ഒരു പോസ്റ്റ് ആണെങ്കിൽ 100 × 15 1500 ആളുകൾ വേണം. ഓക്കെ, സപ്പോസ് 5000 ആളുകൾ എഴുതിയ പരീക്ഷ ആണെങ്കിൽ 1500 ആളുകളെ സെലക്ട് ചെയ്യാൻ എത്രയാണോ കട്ട് ഓഫ് വേണ്ടത് അതായിരിക്കും കട്ട് ഓഫ് വെക്കുക. അല്ലാണ്ട് ഓരോ റീജിയണിൽ 70, എന്നാൽ ഈ റീജിയണിൽ ബാംഗ്ലൂർ റീജിയണിൽ 70 അത് ഫിക്സ്ഡ്, അതേപോലെ കേരള റീജിയണിൽ എടുക്കുകയാണെങ്കിൽ 65, അങ്ങനെ ഒരു കട്ട് ഓഫ് അല്ല വരിക. നമ്മുടെ വേക്കൻസിയെ അത് ഡിപ്പെൻഡ് ചെയ്യും. വേക്കൻസിയെ മാത്രമാണോ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് ചോദിച്ചാൽ അല്ല, വേക്കൻസിയെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുക. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് നമ്പർ ഓഫ് അപ്ലിക്കൻസിനെയും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. അതായത് നമ്പർ ഓഫ് അപ്ലിക്കൻസ് എന്ന് പറയുന്നത് കൂടുന്നതിനനുസരിച്ചിട്ട് വേക്കൻസിയും ഉയരാനുള്ള സാധ്യതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ഇനി കട്ട് ഓഫിനെ കുറിച്ച് ബോധർ ചെയ്താലുള്ള മൂന്നാമത്തെ ഒരു പ്രശ്നം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ റെയിൽവേ എക്സാംസുകൾ ഒരുപാട് ഷിഫ്റ്റുകളിലായി നടക്കുന്നത് കൊണ്ട് തന്നെ നോർമലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് റെയിൽവേയുടെ എക്സാം 5 ദിവസങ്ങളിലായിട്ട് നടക്കുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോൾ 5 ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ എക്സാം ഭയങ്കര ടഫായിരിക്കും, ചില ദിവസങ്ങളിൽ ഈസി ആയിരിക്കും. അതെങ്ങനെയാണ് എക്സാമിനർക്ക് ഇത് ടഫാണ് ഈസിയാണെന്ന് മനസ്സിലാവുക? ചില ഷിഫ്റ്റുകളിൽ കുട്ടികൾക്ക് ഒരുപാട് മാർക്ക് വന്നു കഴിഞ്ഞാൽ എക്സാമിനർക്ക് മനസ്സിലാവും ഈ എക്സാം കുറച്ച് എളുപ്പമായിട്ടുണ്ട്. എന്നാൽ ചില ഷിഫ്റ്റുകളിൽ മാർക്ക് വല്ലാണ്ട് കുറയുന്നത് കണ്ടു കഴിഞ്ഞാൽ എക്സാമിനർക്ക് മനസ്സിലാവും എക്സാം ടഫായിട്ടുണ്ട് എന്നുള്ളത്. സോ അവിടെ എന്താണ്, ഒരു അൺബാലൻസിങ് വന്നിട്ടുണ്ട്. അതായത് ഒന്നിലധികം ഷിഫ്റ്റിൽ എക്സാം നടക്കുന്ന ഏതൊക്കെ എക്സാംസുകൾ നടത്താറുണ്ടോ അവിടെയെല്ലാം ഈ പ്രശ്നങ്ങൾ വരാറുണ്ട്. അതായത് അവിടെ ഒരു ഇംബാലൻസ് വരാറുണ്ട്. അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നോർമലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്നത്. നോർമലൈസേഷൻ വളരെ സയൻറ്റിഫിക് ആയിട്ട് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു നോർമലൈസേഷൻ പ്രോസസ്സാണ് നടത്തുക. അപ്പോൾ നോർമലൈസേഷൻ സ്കോർ ആയിരിക്കും കട്ട് ഓഫ് ആയിട്ട് വരുന്നുണ്ടാവുക. ഉദാഹരണത്തിന് ചിലപ്പോൾ നിങ്ങൾ എഴുതിയ എക്സാമിൽ നിങ്ങൾക്ക് 50 മാർക്കേ കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് 50 മാർക്കേ നിങ്ങൾക്ക് എഴുതിയ സമയത്ത് കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കുക. നിങ്ങൾ സ്കോർ കാർഡ് നോക്കിയപ്പോൾ 50 കിട്ടിയുള്ളൂ. എന്നാൽ നോർമലൈസ്ഡ് മാർക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് 75 പോയേക്കാം. എപ്പോഴാണ് 75 പോവുക? 75 പോകുന്നത് നിങ്ങൾ എഴുതിയ എക്സാം എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ളൊരു എക്സാം ആയിരുന്നെങ്കിൽ നോർമലൈസേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മാർക്ക് കൂടും. എന്നാൽ 75 മാർക്ക് കിട്ടിയ ഒരാൾ വിചാരിക്കുകയാണ്, ഞാൻ അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ടല്ലോ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് 75 മാർക്കുണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം പറ്റുന്നത് ചിലപ്പോൾ അവരെഴുതിയ ഷിഫ്റ്റ് വളരെ ഈസി ആയിട്ടുള്ള ഷിഫ്റ്റ് ആയിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 75 എന്നുള്ളത് കുറഞ്ഞിട്ട് ഒരു 65 കുറയാനും സാധ്യതയുണ്ട്. നോർമലൈസേഷന് അങ്ങനെ ഒരു ഡേഞ്ചർ സോൺ അവിടെ കിടക്കുന്നുണ്ട്. സോ നിങ്ങൾ ഒരിക്കലും കട്ട് ഓഫിനെ ബോധർ ചെയ്യരുത്, അല്ലെങ്കിൽ കട്ട് ഓഫിനെ മാത്രം വെച്ചുകൊണ്ട് പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന് ആദ്യമേ ഒരു ഡിസ്ക്ലൈമർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്.
കാര്യം അത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. നിങ്ങളുടെ മൈൻഡിൽ എന്താ ടാർഗറ്റ്? എക്സാമിനേഷന് പോകുന്ന സമയത്ത് ഏതൊരു ഉദ്യോഗാർത്ഥിയുടെയും ടാർഗറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എഴുതാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക, അത് ശരിയാക്കി എടുക്കുക എന്നുള്ളത് തന്നെയാണ്. 100ൽ 100 തന്നെയായിരിക്കണം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ കട്ട് ഓഫ് ആയിട്ടുള്ള 75, 70, 65 ഒന്നും ആവരുത് നമ്മുടെ കട്ട് ഓഫ്. നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 100ൽ 100 ക്വസ്റ്റ്യനും ശരിയാക്കുക എന്നുള്ളതാണ്. അത് തന്നെയായിരിക്കണം ഓരോ ഉദ്യോഗാർത്ഥിയും ശ്രമിക്കേണ്ടതും. ഇനി 100ലേക്ക് എത്തിയില്ലെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളെ കൊണ്ട് കഴിയാവുന്നതിൻ്റെ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ഒരിക്കലും ഗസ് ചെയ്ത് മാർക്ക് നഷ്ടപ്പെടുത്തരുത്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. സോ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം. സോ നിങ്ങളുടെ റിക്വസ്റ്റ് അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് ഒന്ന് അനലൈസ് ചെയ്യാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് നോക്കുന്ന സമയത്ത് ബാംഗ്ലൂർ റീജിയനിൽ വന്നിരിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് ഈ പോസ്റ്റുകൾക്കനുസരിച്ചിട്ട് കട്ട് ഓഫ് മാറ്റം വരാറുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഓരോ കാറ്റഗറിയിലുള്ള പോസ്റ്റുകൾ ഉണ്ടല്ലോ, അപ്പോൾ ആ കാറ്റഗറിയിലുള്ള പോസ്റ്റുകൾക്കനുസരിച്ച് കട്ട് ഓഫ് മാറാറുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ഓഫ് നോക്കുന്ന സമയത്ത് ഇവിടെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള വന്നിരിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് 52 ആണ് കേട്ടോ. അൺറിസർവ്ഡ് കാറ്റഗറിയാണ്. ഇവിടെ അൺറിസർവ്ഡ് SC ST OBC കാറ്റഗറി ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഏറ്റവും കുറവ് എന്താ പറയുക കട്ട് ഓഫ് വന്നിരിക്കുന്നത് 52 മാർക്കാണ്. ഇതിൽ ഹയസ്റ്റ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് 78 ആണ്. ഓക്കെ, 78 ആണ് ഹയസ്റ്റ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അതായത് 52 മാർക്കുള്ള ആളും എന്ത് ചെയ്യുന്നുണ്ടാവും, സെക്കൻഡ് റൗണ്ടിലേക്ക് എത്തുന്നുണ്ടാവും. അതേപോലെ തന്നെ 78 മാർക്ക് കിട്ടിയ ആളും എന്ത് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് റൗണ്ടിലേക്ക് വരുന്നുണ്ട്. അതായത് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇവിടെ വന്നിരിക്കുന്നത് 52ൻ്റെയും 78ൻ്റെയും ഇടയിലായിട്ടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ഇത് നമ്മൾ ബാംഗ്ലൂർ സോണിലേക്കാണ് കേട്ടോ. ഇത് OBCൻ്റെ കേസിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. OBCൻ്റെ കേസിൽ ഈ 52 എന്നുള്ളത് 47 ആകുന്നുണ്ട്, 78 എന്ന് പറയുന്നത് 71 ആയിട്ട് മാറുന്നുണ്ട് കേട്ടോ. സോ ആ വ്യത്യാസമൊക്കെ ഓർത്തിരിക്കാം. യെസ്, ഇവിടെ മറ്റൊരു പോസ്റ്റിലേക്ക് 52 അല്ല കേട്ടോ, 52 അല്ല, അതിലും കുറച്ചുകൂടി താന്നിട്ട് 47 വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ 47 വന്നിട്ടുണ്ട്. സോ 47.9 ആണ് കേട്ടോ. ഏറ്റവും ചെറിയ ലീസ്റ്റ് ആയിട്ട് വന്നത് 52 അല്ല, 47.9 ആണ്. ഇവിടെ 43.24 ആണ് വന്നിരിക്കുന്നത്. ഇത് നോർമലൈസ്ഡ് സ്കോർ ആണ് കേട്ടോ, അത് ശ്രദ്ധിക്കണേ. നോർമലൈസ്ഡ് സ്കോർ ആയിരിക്കും, ഈ ഒരു കട്ട് ഓഫിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് വന്നിട്ടുണ്ടാവുക. സോ നമ്മൾ കട്ട് ഓഫിനെ നമ്മൾ ആ രീതിയിൽ അനലൈസ് ചെയ്താൽ മതി. ഇനി ചെന്നൈ, മലയാളികൾ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യാൻ പോകുന്ന റീജിയൻ ആയിട്ടുള്ള ചെന്നൈ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂരിനെക്കാട്ടിലും ഉയർന്ന കട്ട് ഓഫാണ് ചെന്നൈയിൽ വന്നിരിക്കുന്നതെന്ന് കാണാൻ പറ്റും. ചെന്നൈയിൽ വന്നിരിക്കുന്ന ലീസ്റ്റ് കട്ട് ഓഫ് എത്രയാണ്, 55 തോന്നുന്നു അല്ലേ. 55 ആണ് ഏറ്റവും ചെറിയ കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത്. നേരത്തെ 47 ആയിരുന്നു ബാംഗ്ലൂരിൻ്റെ കേസിൽ, ഇവിടെ 55 ആണ്. ഇവിടുത്തെ ഹയസ്റ്റ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഇവിടെ ഇരിക്കുന്നത് 81 ഹയസ്റ്റ് കട്ട് ഓഫ് വന്നിട്ടുണ്ട് കേട്ടോ. 81 മാർക്ക് കട്ട് ഓഫ് വന്ന പോസ്റ്റും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. 55ൻ്റെ 81ൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഇത് കാറ്റഗറിക്ക് അനുസരിച്ചിട്ടുള്ള കട്ട് ഓഫുകളാണ് കേട്ടോ. ഇതിൽ നിങ്ങൾ ഏതൊക്കെ കാറ്റഗറി നിങ്ങൾ ഓവർകം ചെയ്യുക, അല്ലെങ്കിൽ ഏതൊക്കെ കാറ്റഗറിയിലേക്ക് നിങ്ങൾ എലിജിബിൾ ആണ് എന്നുള്ളത് നിങ്ങളുടെ ഈ ഒരു മാർക്കിനെ കൂടി എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ നെക്സ്റ്റ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. CBT 1ൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എല്ലാ പോസ്റ്റിലേക്കും നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കണം, ഒന്നുപോലും വിട്ടു പോകരുത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ്, ട്രിവാൻഡ്രം സോണിൽ നോക്കുകയാണെങ്കിൽ ലീസ്റ്റ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് 59 ആണ്. ഹയസ്റ്റ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് 76 ആണ് കേട്ടോ. 76.5 ഉണ്ട് കേട്ടോ. 76.5 ആണ് ഹയസ്റ്റ് കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ കട്ട് ഓഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടുന്ന് പല പല പോസ്റ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. എബോവ് ഒരു 65, ഒരു 70 റേഞ്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഒരുവിധം പോസ്റ്റുകളിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ലീസ്റ്റ് കട്ട് ഓഫ് എല്ലാ പോസ്റ്റിലേക്കും ആയിരിക്കില്ല, ചിലപ്പോൾ ആളുകൾ അപ്ലൈ ചെയ്ത് കുറവുള്ള പോസ്റ്റുകളിലൊക്കെ ആയിരിക്കും ലീസ്റ്റ് കട്ട് ഓഫ് വന്നിട്ടുണ്ടാവുക. സോ നിങ്ങൾ ഒരു സേഫ് സ്കോർ ആയിട്ട് വേണമെങ്കിൽ എബോവ് 70 അല്ലെങ്കിൽ ഒരു എബോവ് 70 എന്തായാലും ഒരു സേഫ് സ്കോർ ആയിട്ട് നമുക്ക് കാണാം. എങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ നമ്മൾ 70 എന്നുള്ള ടാർഗറ്റ് ഒന്നും വെച്ചിട്ടല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ ടാർഗറ്റ് 100ൽ 100 തന്നെയാണ്. അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷനാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. വളരെ ഫാസ്റ്റായിട്ട് സ്പീഡായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. പരമാവധി മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ടൈം നമ്മൾ മാനേജ് ചെയ്യണമെങ്കിൽ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഒരു സൊല്യൂഷൻ ഉള്ളത്. മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. സോ നമ്മൾ എൻട്രിയിൽ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ നമുക്ക് ഈ എക്സാമിന് വേണ്ടി തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്കായിട്ട്. സോ എൻട്രിയോടൊപ്പം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻട്രിയുടെ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഏറ്റവും എഫക്റ്റീവായിട്ട് നോൺ ടെക്നിക്കൽ നിങ്ങൾക്കറിയാം CGL CHSL പോലുള്ള എക്സാംസുകളുടെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് എൻട്രി എന്ന് പറയുന്നത്. അവിടെയുള്ള അധ്യാപകർ തന്നെയാണ് നിങ്ങൾക്ക് CBT 1ൻ്റെ ക്ലാസ്സസ് എടുക്കാൻ വരുന്നത്. അതുപോലെ തന്നെ PSCയിൽ ഒരുപാട് റിസൾട്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടെക്നിക്കൽ ടീച്ചേഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് CBT 2ൻ്റെ ക്ലാസ്സസ് എടുക്കാൻ വരുന്നത്. സോ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ തന്നെയായിരിക്കും ഈ CBT 1നും CBT 2നും വേണ്ടി ഞങ്ങൾ നിങ്ങൾക്കായി തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. സോ നന്നായിട്ട് പഠിക്കുക, നല്ല വിജയം കരസ്ഥമാക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.